സമാധാന കരാർ ലംഘിച്ച ഇസ്രയേലും ഹമാസും തെക്കൻ ഗസയിൽ വ്യോമാക്രമണം നടത്തിയെന്ന ഇസ്രയേൽ. ഇന്നത്തെ ആക്രമണത്തിൽ 52 പേർ മരിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുകയാണ്. ശ്രീജിത്ത്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഹമാസും ഇസ്രയേലും കടന്നിരിക്കുന്നത്? ആരാണ് സമാധാന കരാർ ലംഘിച്ചത്? സമാധാന കരാർ വരുമ്പോൾ സ്വാഭാവികമായും ലോകം മുഴുവൻ വളരെ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ആ സമാധാന കരാർ ലംഘിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ ഇരുപക്ഷവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആദ്യം ഹമാസ് ആക്രമണം തുടങ്ങിയെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. ഹമാസ് റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ മേഖലയിലേക്ക്, അതായത് ഇസ്രായേൽ പിൻവാങ്ങിയെന്ന മേഖലയിലേക്ക് വലിയ രൂപത്തിൽ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. മാത്രമല്ല ഈ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിന്റെ നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ പറയുന്നു. അങ്ങനെ ഇന്ന് അടിയന്തര യോഗം ബെഞ്ചമിൻ നെതന്യാഹു വിളിക്കുന്നു. അതിനുശേഷം അടിയന്തര യോഗത്തിന് ശേഷമാണ് ഹമാസിന്റെ ആക്രമണത്തെ നേരിടാൻ ഏതറ്റം വരെയും പോകുമെന്ന് നെതന്യാഹു ആ യോഗത്തിൽ പറയുക. അത് മാത്രമല്ല, ഗസയിൽ പൂർണ്ണ ശക്തിയോടെ യുദ്ധം പുനരാരംഭിക്കണമെന്നാണ് പ്രതിരോധ മന്ത്രി ഇറ്റാമർ ബെൻഗിർ ഈ യോഗത്തിൽ പറയുന്നത്. അങ്ങനെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുന്ന ആ തിരിച്ചടിയിലാണ് ഇപ്പോൾ 52 പേർ കൊല്ലപ്പെട്ടത്. ഏതാണ്ട് റാഫ അതിർത്തിയിൽ പൂർണ്ണമായി ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥയാണ്. സമാധാന കരാർ നിലവിൽ വന്ന ശേഷം 9ാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ. ആ 9ാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ വളരെ പൂർണ്ണതോതിൽ ആക്രമണം വീണ്ടും ശക്തമാകുന്നത്. അത് ഒരുപക്ഷെ വരും ദിവസങ്ങൾ, നാളെയും മറ്റന്നാളുമായി സമാധാന ചർച്ചകളിലെ മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഇരുപക്ഷവും വീണ്ടും ആക്രമണം ആരംഭിച്ചിട്ടുള്ളത്. അതിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ആക്രമണം ഉണ്ടായെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. നാളെ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി ഹമാസിന്റെ പ്രതിനിധികൾ ഈജിപ്തിലെ കെയ്റോയിൽ എത്തിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ പ്രതിനിധികൾ കൂടി എത്തിയാൽ സ്വാഭാവികമായി നാളെ സമാധാന ചർച്ചകളുടെ മറ്റു കാര്യങ്ങൾ, ആ 20 പോയിന്റുകളിൽ മറ്റു കാര്യങ്ങൾ ചർച്ചകൾ ആരംഭിക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഇരുപക്ഷവും ആക്രമണം ആരംഭിച്ചിട്ടുള്ളത്. ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. എവിടെയാണോ ഈ ആക്രമണം വെടിനിർത്തൽ ആരംഭിച്ചത് അതിലേക്ക് തന്നെയാണ് വീണ്ടും കാര്യങ്ങൾ പോകുന്നത്. അടിയന്തരമായി ഇടപെടണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അമേരിക്ക ഇക്കാര്യത്തിൽ വീണ്ടും ഇടപെടണമെന്ന് എല്ലാ ലോകരാജ്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. നാളെ വരും മണിക്കൂറുകളിൽ സമാധാന ചർച്ചകൾ ആരംഭിക്കാനിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഹമാസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ആക്രമണം മേഖലയിൽ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തെക്കൻ ഗസയിൽ മാത്രമല്ല, റഫ അതിർത്തിയിൽ കൂടി, അത് മാത്രമല്ല റഫ അതിർത്തി വഴിയാണ് ഇപ്പോൾ ഈ സമാധാന ട്രക്കുകൾ അടക്കം ഗസയിലേക്ക് പോകേണ്ടത്. അതോടൊപ്പം അത്തരം ട്രക്കുകളെ പൂർണ്ണമായും തടയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരം ട്രക്കുകൾ ഇനി ഗസയിലേക്ക് പോകേണ്ടതില്ല, ആരോഗ്യ മേഖലയിലടക്കം ഭക്ഷണമടക്കം കൊണ്ടുപോകുന്ന ട്രക്കുകൾ ഗസയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ ഏതാണ്ട് യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഗസയിൽ നിലനിൽക്കുന്നത്. സമാധാന കരാർ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട്, അത് മാത്രമല്ല ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ മനഃപൂർവ്വമായി വ്യോമാക്രമണം ആരംഭിച്ചു, ഞങ്ങൾ മനഃപൂർവ്വം വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന രൂപത്തിലാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിലപാടുണ്ടാകുന്നത്. അങ്ങനെ രണ്ട് പക്ഷവും അതിഭീകരമായ ആക്രമണത്തിലേക്ക്, അതിരൂക്ഷമായ ആക്രമണത്തിലേക്ക് ആയുധമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സമാധാന കരാർ ലംഘിച്ച ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഗസയിലുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ, നാളെയും മറ്റന്നാളുമായി അടുത്ത മണിക്കൂറുകളിൽ സമാധാന ചർച്ചകൾക്ക് തുടക്കമിടാൻ ഹമാസിന്റെ പ്രതിനിധികൾ കെയ്റോയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അവർ ഒരേ സമയം തന്നെ സമാധാന ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് ഇരുപക്ഷവും വലിയ രൂപത്തിലുള്ള ആക്രമണമാണ് ഗസയിൽ നടത്തുന്നത്. എന്തായാലും ഗസയുടെ സമാധാന അന്തരീക്ഷം വീണ്ടും തകർന്ന അവസ്ഥയിലേക്കും, ഒപ്പം തന്നെ ഗസയിൽ ഇപ്പോൾ ഈ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റതും അതിനുശേഷം ഗസയിലേക്ക് തിരിച്ചെത്തിയതുമായ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഗസയിലുണ്ട്. 10,000-നും ലക്ഷത്തിനിടയിൽ ആളുകൾക്ക് സമാധാനവും അതിനോടൊപ്പം തന്നെ അവർക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കുന്ന ട്രക്കുകൾ കൂടി തടയുമ്പോൾ സ്വാഭാവികമായും പഴയ അവസ്ഥയിലേക്ക്, എവിടെയായിരുന്നു ഈ വെടിനിർത്തൽ കരാറും സമാധാന കരാറും ഒക്കെ പ്രാബല്യത്തിൽ വന്നത്, അതിന് മുന്നത്തെ അവസ്ഥയിലേക്കും പഴയ അവസ്ഥയിലേക്കും ഗസ വീണ്ടും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഗസയിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.